ഒരു നിമിഷം കൈകൾ കൂപ്പി മൗനമായി പ്രാർത്ഥിക്കുക. പല്ലുവേദനയുള്ളവരെ കർത്താവ് കണക്കുണ്ട്. വല്ലാത്ത വേദന തോന്നുന്നവരെ, പല്ല് ക്രമാതീതമായി ഒരു പല്ല് പിശാചിനെ പോലെ വളരുന്നു. അതായത് മറ്റു പല്ലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പല്ല് വല്ലാതെ ഇങ്ങനെ വികൃതമായിട്ട് വളരുന്ന വ്യക്തിയെ, അത് പല്ലിൻ്റെ ഒരു സ്വഭാവമാണ്. ആ വ്യക്തിയിലുള്ള എന്തോ ഒരു പ്രത്യേകതയാണ് അങ്ങനെ വരാം, വികൃതകോലമായി വരുന്ന ആ വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കർത്താവിൻ്റെ സന്ദേശമുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രശ്നങ്ങള് ഇടത് കയ്യിൽ നീലക്കല്ലുള്ള പഴയ മോതിരം ഉപയോഗിക്കുന്ന വ്യക്തി കർത്താവിൻ്റെ അവൻ്റെ ജീവിതകാലത്ത് കർത്താവിൽ നിന്ന് അകന്നു പോയിട്ടുള്ള സാഹചര്യങ്ങളുണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിനെ ഏകരക്ഷകനായിട്ട് അംഗീകരിക്കുന്നതിന് പകരം പലതരത്തിലുള്ള അക്രൈസ്തവമായ ആചാരാനുഷ്ഠാനങ്ങളിൽ അഭയം പ്രാപിച്ചിട്ട് ദൈവത്തിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചതിൻ്റെ പേരിൽ കുടുംബത്തിന് പ്രൊട്ടക്ഷൻ നഷ്ടപ്പെട്ടതായിട്ട് കർത്താവിൻ്റെ സന്ദേശമുണ്ട്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ. നമ്മുടെ ഇടതുവശത്തുള്ള താടിയാണ് അതിൻ്റെ ഇടതുവശത്തുള്ള ഭാഗങ്ങളിൽ കുറച്ച് മുഴ പോലെ എന്തോ സാരം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ആ വ്യക്തിയെയും കർത്താവ്, ശരീരത്തിൽ മുഴയുള്ളവരുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മുഴ, ഇതൊരു മാതൃകയാണ്. അപ്പോൾ ശരീരത്തിലുള്ള ഏതെങ്കിലും ഭാഗത്ത് മുഴകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് കൈവച്ച് പ്രാർത്ഥിക്കാം, ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓൺലൈനിൽ ഇരിക്കുന്നവരും അവരുടെ ശരീരത്തിലുണ്ടാകുന്ന മുഴകളുടെ മേൽ കൈവച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് ഈ ആരാധനയുടെ ഭാഗമാകുക. കർത്താവ് ഇപ്പോഴവരെ സ്പർശിക്കുകയും തൻ്റെ തിരുമുറിവാർന്ന് വലത് കരത്താൽ അടിപ്പട പോലെ അവരെ സൗഖ്യപ്പെടുത്തുക, രോഗങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും ദൈവികമായ നിമിഷങ്ങളാണ്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, രോഗസൗഖ്യങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു, സന്ദേശങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സർവേശ്വര വാഴുക, സർവേശ്വര വാഴുക. ശ്രുതികട്ടെ, ഹല്ലേലൂയ. ശ്രുതികട്ടെ, 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 ശ്രുതികട്ടെ. എല്ലാവരും ശ്രുതികട്ടെ. ഓൺലൈനിൽ ഇരിക്കുന്നവർ ശ്രുതികട്ടെ. നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നടുവേദന ഉള്ളവരെ പാടുക. ശ്രുതികട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. മക്കളെ, സംഗീത ആരാധനകൾ നടക്കുമ്പോൾ നിങ്ങൾ വളരെയേറെ ശ്രദ്ധയുണ്ടാകണം. സാധാരണ നമ്മൾ പറയുന്ന പ്രാർത്ഥനയെക്കാളും അഭിഷേകം നിലവാരം കൂടുതൽ സംഗീതാരാധനയ്ക്കാണ്. സംഗീതാരാധന പെട്ടെന്ന് വരത്തില്ല, കർത്താവ് നമുക്ക് തന്നാൽ മാത്രമേ വരത്തുള്ളൂ. അപ്പം നമുക്ക് പറ്റുന്നത് അതിൻ്റെ കൂടെ അങ്ങോട്ട് ചേർന്ന് മനസ്സ് നിറഞ്ഞ് മറന്നങ്ങ് അതിൻ്റെ ഭാഗമായിട്ട് മാറണം. അപ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ കരസ്പർശവും കിട്ടണത്. കർത്താവ് നമ്മുടെ ആരാധന ഒരു വല്ലാത്ത അനുഭവമാണ്. ചങ്ങല പൊട്ടിയതൊക്കെ എല്ലാം അപ്പോസ്തലന്മാർ സ്വതന്ത്രരായതെല്ലാം അവരുടെ കൈവിലങ്ങ് കിലുക്കി പാടിയപ്പോഴാണ്. കൈവിലങ്ങുകൾ ആരാധിക്കുമ്പോൾ മുറിഞ്ഞു പോകുമെന്നുള്ളത് അപ്പോസ്തല ആത്മീയതയുടെ അറിവടയാളമാണ്. നമുക്ക് പല കൈവിലങ്ങുകളുണ്ടാകും. കൈവിലങ്ങുകളില്ലേ, പൗലോസും ശീലാസും കൂടി ജയിലിൽ കയ്യാമം വെച്ച് കിടക്കുന്ന സമയത്ത് അവർക്ക് ചെയ്യാനുണ്ടായിരുന്ന ഒരു കാര്യം, ആ കൈ ചങ്ങലകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കിലുക്ക്, എന്നിട്ട് കർത്താവിൽ സന്തോഷം, അവനൻ ബലം, പാരതിൽ പാർക്കുന്നാൾ അവനൻ ബലം എന്ന് പറഞ്ഞവർ പാടും. അതാണ് അതിൽ നിന്നാണ് നമുക്ക് ആ പാട്ട് കിട്ടണത്. ബലഹീനമാകുന്ന സാഹചര്യങ്ങളിൽ വിശ്വാസി ആരാധിച്ചേറ്റ് പറയേണ്ട സംഭവമാണ് കർത്താവാണ് എൻ്റെ ബലമെന്ന്. ഒന്ന് പറഞ്ഞേ, കർത്താവാണ് എൻ്റെ ബലം, എൻ്റെ ബലം. കർത്താവാണ് എൻ്റെ ബലം, എൻ്റെ ബലം. നമ്മളുടെ ബലങ്ങളെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. നിങ്ങളുടെ കൈവിലങ്ങുകൾ വീണു പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പല കാര്യങ്ങൾക്കും നമ്മൾക്ക്
കൈവിലങ്ങൾ എന്ന് പറയുമ്പോൾ ചില പറയല്ലേ, എൻ്റെ കൈയും കാലും കെട്ടിയിരിക്കുകയാണെന്ന് പറയത്തില്ലേ? എങ്ങനെ എന്ത് ചെയ്യാനാ? എൻ്റെ കൈയും കാലും കെട്ടിപ്പോയില്ലേ? മറ്റുള്ളവരൊക്കെ വേദനയും രോഗവും പറയുമ്പോഴേ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സന്മനസ്സുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാ, എൻ്റെ കൈയും കാലും കെട്ടിപ്പോയില്ലേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ സാമ്പത്തിക സ്രോതസ്സ് അടഞ്ഞു പോയില്ലേ എന്ന് എൻ്റെ അർത്ഥം അവർ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള കൈവിലങ്ങുകളുണ്ട് ഇല്ലേ? പലതരത്തിലുള്ള. പക്ഷേ ഇതെല്ലാം കിലുക്കി പാടാനുള്ളതാണ്, അല്ലാതെ അത് കൊടുത്തിട്ട് നിലയം പിടിച്ച് വീട്ടിൽ കുത്തിയിരിക്കാനുള്ളതല്ല. വിശ്വാസി എന്ന് പറയുമ്പോൾ വേറെ ഒരു സംഭവമാണ്. കാര്യം ഇങ്ങനെയുള്ള കൈവിലങ്ങുകളെല്ലാം, വേദനകളെല്ലാം അവൻ കിലുക്കി പാടിക്കൊണ്ട് അതിനെ കർത്താവിൻ്റെ ദൂതൻ വന്നത് പൊട്ടിക്കുന്നവരെ അവൻ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കട്ടെ, വിശ്വാസിയെ പതറാതെ വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതറാതെ ശ്രദ്ധിക്കട്ടെ, അതിശക്തമായി ശ്രദ്ധിക്കട്ടെ, പക്ഷാപടത്തിന് ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തുകൊണ്ടാണ് വിശ്വാസിയെ പതറാതെ എന്ന് പറയണത്? അത് വിശ്വാസ കോടികളുടെ ആത്മീയ ആവേശമായ ദൈവത്തിൻ്റെ അഭിഷിക്തനായ യേശു മിശിഹായെ ജനക്കൂടി അനുഭവിച്ചിട്ട് അവർ പാടിയ പാട്ടാണിത്. ഇക്കാലങ്ങളിൽ നമുക്കതുപോലെ വേദനകളുണ്ടെങ്കിൽ അവർക്കുണ്ടായ അനുഭവത്തിൽ നമുക്ക് അവകാശം കിട്ടുമെന്നാണ് ഉടമ്പടി പറയണത്. നമ്മൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുകയില്ലേ? അങ്ങനെ ലോകത്ത് ഒരു സ്ഥലമില്ലല്ലോ, ഉണ്ടോ? കർത്താവുമായി നമ്മളൊരു കക്ഷി, കർത്താവ് വേറെ ഒരു കക്ഷി. ആൻഡ് ബൈലാറ്ററൽ വി ആർ ഡൂയിങ് ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്. ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ റിബി എന്നും പറഞ്ഞൊരു ടീച്ചർ ഒരു സാക്ഷ്യം പറഞ്ഞ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. റിബി ജോസഫ്, ചാലക്കുടിയിൽ നിന്നും. അപ്പോൾ അവർക്ക് 17 അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സർക്കാരിൽ നിന്ന് ജോലി കിട്ടുക എന്നുള്ളത്. പക്ഷേ ഏജ് ഇങ്ങനെ ഓവറായിക്കൊണ്ടിരിക്കുകയാണ്. 17 വർഷമായി അവർ ഇത് പാസ്സായിട്ട്, BEd പാസ്സായിട്ട്. ഇപ്പോഴും കേട്ടൊക്കെ ഉണ്ടല്ലോ. പക്ഷേ അങ്ങനെ ഒരു മോഹം അവസാനം അസ്തമിച്ചു. അത് സർക്കാരിൽ നിന്നൊരു ജോലി കിട്ടുന്നത്. കാര്യം വയസ്സ് 17 ആയില്ലേ, ഇപ്പം 2 കുഞ്ഞുങ്ങളൊക്കെ ആയി. പക്ഷേ എങ്കിലും എവിടെയെങ്കിലും ഒരു ജോലി കിട്ടണമെന്നൊരാഗ്രഹമുണ്ട്. സർക്കാരിൽ നിന്ന് ജോലി കിട്ടാൻ സാധ്യതയില്ല, പക്ഷേ എവിടുന്നെങ്കിലും ഒരു ജോലി കിട്ടണം. ഇപ്പോൾ 2 കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോൾ കുടുംബത്തിലെ ചിലവിന് എന്തെങ്കിലും ഒരു വരുമാനം താനും കണ്ടുപിടിക്കണമെന്നുള്ള ഒരു ചിന്തയിൽ ടീച്ചർ അങ്ങനെ ഇരുന്നപ്പോൾ ടീച്ചർ വിചാരിച്ചെന്നാൽ പോയി ഉടമ്പടി ചെയ്യാമെന്ന്. അത് ഒരു മനുഷ്യരുടെ വരണ്ട കമ്പുകളൊക്കെ പൂക്കണ കണ്ടു കഴിഞ്ഞാലേ ബൈബിൾ എന്ത് രസമാണ് തോന്നുന്നു. വാസ്തവത്തിൽ ടീച്ചർ ഇങ്ങനെ ചിന്തിച്ചതേ ഉള്ളൂ. എങ്ങനെ എവിടുന്നെങ്കിലും സർക്കാർ ജോലി ഇനി കിട്ടത്തില്ല. അവർ തീരുമാനിച്ചു, ഫുൾ സ്റ്റോപ്പായി. നിങ്ങൾ ഒരു ഫുൾ സ്റ്റോപ്പൊന്നും ഇടരുത് കേട്ടോ, കോമ ഇട്ടാൽ മതി. ജീവിതത്തിനെ ഒന്നിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടരുത്, കോമ ഇട്ടാൽ മതി. കർത്താവിന് ഇനി എഴുതി ചേർക്കാനുണ്ടാവും. കൈയിടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കടലില്ല. ശ്രദ്ധിക്കട്ടെ, ഈ വിശ്വാസത്തിൻ്റെ ആ നീതിമാൻ ജീവിക്കുമെന്ന് പറയണതേ ബൈബിളിൻ്റെ പ്രഖ്യാപിതമായ ഒരു സമീപന രീതിയാണ്. എനിക്ക് തോന്നുന്നു ഇത് തുടങ്ങണത് ഉൽപ്പത്തി എന്നാണ് തുടങ്ങണത്. ഉൽപ്പത്തി 15:6 തൊട്ടിങ്ങനെ എബ്രഹാത്തിൻ്റെ വിശ്വാസത്തെ ബൈബിളിങ്ങനെ ഉയർത്തി ഉദിച്ചു വരണതുണ്ട്. മനുഷ്യരാശിയുടെ പ്രത്യാശ ഉദിച്ചു വരണത് എബ്രാഹത്തിലൂടെയാണ്. എബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അവനെ അത് നീതിയായി പരിഗണിച്ചു. 15:6 കൈയിടിച്ച് കർത്താൻ 17 ഈ എബ്രാഹത്തിൽ ഏറ്റവും കൂടുതൽ കുഴിച്ച് സ്വർണം എടുത്തിട്ടുള്ളത് പൗലോസ് അപ്പോസ്തലനാണ്. എബ്രാഹാം എന്ന് പറയുന്നത് വലിയൊരു മൈനാണ്, വലിയൊരു സ്വർണ്ണ. വിശ്വാസികൾക്ക് എക്കാലവും കുഴിച്ചാലും തീരാത്ത ഒരു സ്വർണ്ണഖനിയാണ് എബ്രാഹാം. എബ്രാഹത്തിനെ പക്ഷേ കുഴിച്ചെടുക്കാനും അതിൻ്റെ സ്വർണവും രത്നവും ഒക്കെ എടുക്കാൻ അതിന് പ്രത്യേകമായ സാങ്കേതിക വിദ്യ വേണ്ട.
പക്ഷേ അത് പൗലോസിനാണ് ദൈവം അതിൻ്റെ സോഫ്റ്റ്വെയർ കൊടുത്തിരിക്കുന്നത്. പൗലോസ് 2 സ്ഥലത്ത് പറയും. ഒന്ന് എബ്രാഹത്തിനെ കോട്ട് ചെയ്തുകൊണ്ട് റോമ 1:17 പറയും, നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. റോമായിലാണ് ഈ മനുഷ്യൻ ലേഖനം എഴുതാൻ തുടങ്ങണത്. റോമ ലേഖനം, ഈ മനുഷ്യൻ ലേഖനം അവസാനിക്കുന്നത് ഹെബ്രായ ലേഖനമാണ്. ഇതിനിടയ്ക്ക് ഒരു അഡീഷൻ ചേർക്കും പുള്ളിക്കാരൻ. ഇങ്ങനെ റോമായിലാണ് പുള്ളി ലേഖനം എഴുതാൻ തുടങ്ങുന്നത്. എബ്രാഹത്തിനെ വെച്ചാണ് പുള്ളി തീസിസ് എത്തുന്നത്. എബ്രാഹം വല്ലാത്തൊരു അഭിഷേകമായി മനുഷ്യനിങ്ങനെ പടർന്നിരിക്കുക. അവിടെ റോമായി ലേഖനം എഴുതുമ്പോൾ എബ്രാഹത്തിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് മനുഷ്യരാശി നടന്നെടുക്കേണ്ടതും കുഴിച്ച് കണ്ടെത്തേണ്ടതുമായ ഒരു ദൈവികമായ അനുഭവങ്ങളുടെ കലവറായ എബ്രാഹത്തെ തുടങ്ങണമെന്നാണ് പൗലോസ് പറയണത്. പക്ഷേ പൗലോസ് ആ ലേഖനം അവസാനിപ്പിക്കുമ്പോഴേ ഹെബ്രായ ലേഖനത്തിലാണ് ചെന്ന് അവസാനിപ്പിക്കുന്നത്. റോമ 1:17 നിന്ന് ഹെബ്രായർ 10:36 പൗലോസിൻ്റെ വിശ്വാസ സഞ്ചാരം അത് എക്കാലവും നമുക്ക് പഠിക്കേണ്ട ഒരു വിഷയമാണ്. എന്താ പൗലോസ് പറയണത്? എൻ്റെ നീതിമാൻ, പറഞ്ഞേ, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. അപ്പൊ ഈ റോമ 1:17 നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ നിന്ന് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഹെബ്രായ ലേഖനത്തിൽ വരുമ്പോൾ ഈ മനുഷ്യൻ എൻ്റെ എന്നുള്ള വാക്ക് ഇവിടുന്ന് കിട്ടും. ഇറ്റ് ഈസ് ഹിസ് വേർഷൻ ആൻഡ് അഡിഷൻ. എൻ്റെ നീതിമാൻ, അത് ദൈവം വെളിപ്പെടുത്തുന്നത് എപ്പോഴും ഒരു ഇൻറ്റിമസിയുടെ പശ്ചാത്തലത്തിലാണ് വെളിപാട് വർത്തിക്കുന്നത്. ഇൻറ്റിമസിയുടെ പശ്ചാത്തലത്തിൽ എല്ലാ കാര്യങ്ങൾക്കും വെളിപാടുണ്ട്. നീ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളും വെളിപാടുണ്ടെന്ന് വെച്ചാൽ നിൻ്റെ ജോലി, നിൻ്റെ വീട്, നിൻ്റെ വിവാഹം, നിൻ്റെ സൗന്ദര്യം, നിൻ്റെ ആരോഗ്യം, എവരിത്തിങ് നിൻ്റെ കർത്താവിന് പദ്ധതിയുണ്ട്. കൈയടിച്ച് കർത്താവ് സ്വലീയ. എന്ത് സംഭവം എന്ന് പറയുന്നത്, ഈ വിശ്വാസത്തിൻ്റെ യാത്ര ആൻഡ് ഇറ്റ് ഈസ് എ കോൾ ടു ഇൻറ്റിമസി. അതായത് വിശ്വാസത്തിൻ്റെ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഓരോ യാത്രയും വിശ്വാസത്തിൻ്റെ യാത്രയാണ്. ഇപ്പോൾ റിബി ടീച്ചർ എന്നാ ചെയ്യണത്, അവർ 17 കൊല്ലമായിട്ട് അവർക്ക് ജോലിയില്ല. ഒരു സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി ഇത്രയും കാലം കാത്തിരുന്നു, പടുത്തു. പിന്നെ അവർ മെറിറ്റ് നഷ്ടപ്പെട്ട ആളായി മാറി. വയസ്സ് കൂടിയില്ലേ, അപ്പോൾ എന്നാ പറ്റും? 2 പ്രശ്നമാണ് റിബി ടീച്ചറിന്. റിബിച്ചിൻ്റെ സാക്ഷ്യം നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി. ഞാൻ സാക്ഷ്യമെല്ലാം ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ, ചില ഉടമ്പടി ബേസ്ഡ് ആയിട്ടുള്ള മുഖമുദ്രയുള്ള സാക്ഷ്യങ്ങളുണ്ട്. അതാണ് ഞാൻ എപ്പോഴും ഈ ടോക്കിൽ അനലൈസ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചെടുക്കുന്നത്. അപ്പോൾ റിബി ടീച്ചറിൻ്റെ പ്രോബ്ലം എന്താ, നമുക്കത് ആ കേസ് ഹിസ്റ്ററി നമുക്ക് നോക്കിയാൽ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? കേസ് ഹിസ്റ്ററി ഇപ്പോൾ ഡോക്ടേഴ്സും സൈക്കോളജിസ്റ്റും ഒക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? കേസ് ഹിസ്റ്ററിയാണ്. ഇതുപോലെ നമ്മുടെ സാക്ഷ്യത്തിലും ചെയ്യണത് എന്താണ്? കേസ് ഹിസ്റ്ററിയാണ് എടുക്കുന്നത്. കേസ് ഹിസ്റ്ററി നമ്മൾ എടുക്കുന്നത് പഠിക്കാൻ വേണ്ടിയല്ല, ധ്യാനിക്കാൻ വേണ്ടിയാണ്. അതാണ് വ്യത്യാസം. സാക്ഷ്യം എന്തിനുള്ളതാണ്? ധ്യാനിക്കാനുള്ളതാണ്. 119 സങ്കീർത്തനത്തിലെ 27 വാക്യം, നിൻ്റെ അത്ഭുത കൃത്യങ്ങളെക്കുറിച്ച് ഞാൻ ധ്യാനിക്കും. ഏറ്റു പറഞ്ഞ്, നിന്റെ അത്ഭുത കൃത്യങ്ങളെക്കുറിച്ച് ഞാൻ ധ്യാനിക്കും. അപ്പോൾ സാക്ഷ്യം എന്തിനുള്ളതാണ്? ധ്യാനിക്കാനുള്ളതാണ്. നമ്മളത് ചെയ്യുകയാണ്. അപ്പോൾ റിലേറ്റീവ്സിൻ്റെ സാക്ഷ്യം നമ്മൾ ധ്യാനിക്കുകയാണ്. ധ്യാനിക്കുമ്പോൾ എന്താ കിട്ടണത്? ഒന്ന്, അവർ 17 വർഷമായിട്ട് അവർക്ക് ജോലിയില്ല. ജോലി ഇല്ലാത്തതിനെയല്ല, അവർക്ക് ഒരു സർക്കാർ ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് പഠിച്ചിട്ട് അവസാനം അവിടെ ഏജ് ഓവറായി, അവർക്ക് ജോലി കിട്ടിയില്ല, അവർ പിന്തള്ളപ്പെട്ടു, അവർ 0 ആയി. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? അവർക്ക് ഇപ്പോൾ 2 കുഞ്ഞുങ്ങളായപ്പോൾ ഒരു ആഗ്രഹം എന്താണ്? എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ, അവർ സർക്കാർ ജോലി ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ നല്ലതായിരുന്നെന്ന് ഒരു ആഗ്രഹം. അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വരുമ്പോൾ അവർ ചെയ്യണത് എന്താ? അവർ ആലപ്പുഴയ്ക്ക് വണ്ടി കയറുന്നത്. അതാണ് സംഭവം. ഇന്ന് മനുഷ്യൻ ചെയ്യണ കാര്യം അതാണ്. അവർ ചാലക്കുടി എന്ന് പറയുന്ന പോലെയല്ല, എല്ലാ രാജ്യങ്ങളിലുള്ള ആൾക്കാർ അവർക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ പറഞ്ഞാൽ ഓൺലൈൻ ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗി രാമപുരം എന്നും പറഞ്ഞൊരു മോള്, ഒരു എയർലൈൻ ഓഫീസർ സാക്ഷ്യം പറഞ്ഞ്, അവർ ഓൺലൈനോട് അവർക്കിവിടെ നിന്ന് എത്താൻ പറ്റണില്ല. അവരെന്ത് ചെയ്ത്? ഓൺലൈൻ ഉടമ്പടി ചെയ്ത്. അവർ ഓൺലൈൻ ഉടമ്പടി എന്ന് വെച്ചാൽ മറ്റ് കോണ്ടിനെൻറ്റിലുള്ള ആൾക്കാർക്ക് ദൈവമായിട്ട് ഇടപെടാനും കൃപാസ്ഥാനത്താരെ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായി മാറാൻ വേണ്ടി ദൈവദരിസ്ഥനെ സമർപ്പിതരാകാൻ ദൈവം വിളിക്കപ്പെട്ട ആൾക്കാരാണ് ഉടമ്പടി ചെയ്യുന്നതും ഉടമ്പടി ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നതും. കൈയിടിച്ച് കർത്താവിനെ സ്വീകരിക്കുക. ഇപ്പോഴും ഒരു ദർശനമുണ്ടായി. അതായത് കർത്താവിൻ്റെ മുൾക്കിരീടത്തിൻ്റെ പകുതിയോളം കാണിക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് ചുവന്ന രക്തത്തുള്ളികൾ ഇറ്റ് വീഴുന്നു.
അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പ്രാർത്ഥന ആരാധന സമൂഹത്തിലേക്ക് കർത്താവ് തൻ്റെ രക്തത്തുള്ളികൾ തളിക്കുന്നു, നിന്നെ വിശുദ്ധീകരിക്കുന്നു, നിന്നെ സൗഖ്യപ്പെടുത്തുന്നു, നിന്നെ ശക്തിപ്പെടുത്തുന്നു. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, അപ്പൊ ഈ വിശ്വാസ യാത്രയിൽ നമ്മൾക്ക് അവസാനം കിട്ടുന്നത് എന്താണ്? റോമ 1:17 നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കാം. പക്ഷേ ആ ലേഖനം അവസാനിക്കുന്ന ഹെബ്രായർ 10:36 എന്താ പറയണത്? എൻ്റെ നീതിമാൻ പറഞ്ഞേ വിശ്വാസം മൂലം ജീവിക്കും. അപ്പൊ എൻ്റെ എന്ന് പറയുന്ന വിഷയം അവിടെ കൂട്ടിച്ചേർത്തതാണ് പരിശുദ്ധാത്മാവ്. വിശ്വാസയാത്ര മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു വിഷയം, നമ്മൾ ദൈവത്തിൻ്റെ ഓൺ കക്ഷിയായി മാറുന്നു എന്നുള്ളതാണ്. അതിന് കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുണ്ടാകും. പക്ഷേ പലപ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മൾക്ക് ദൈവമായിട്ടൊരു ഇൻറ്റിമസി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ദൈവം നമ്മൾക്ക് ഒരു കടക്കാരനായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താ നമ്മളല്ലേ കടക്കാരൻ, എങ്ങനെ ദൈവം കടക്കാരനാകണം? അതൊരു വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേക മാനമാണ്. ദൈവപൈതലേ, നീ കണ്ണീരിട്ട് പ്രാർത്ഥിച്ചൊരു വിഷയം നിനക്ക് കിട്ടണില്ലെന്ന് വിചാരിച്ചോ? ഇന്നാകാം, നാളെയാകാം, അല്ലെങ്കിൽ ഇന്നലെയാകാം. പക്ഷെ ദൈവത്തിന് ഇന്നലെയും നാളെയും ഇല്ല, ഇന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നലത്തെ കാര്യമാണ് ഞാൻ ഇപ്പോഴും നീ ചിന്തിക്കേണ്ടത്, ഇന്നലെ നിൻ്റെ ജീവിതത്തിലെ. അപ്പോൾ ദൈവത്തിന് അത് ഇന്നാണെന്ന് നീ ഓർക്കണം. വർത്തമാനമാണ്. ദൈവം എവർ പ്രസൻറ്റിലുള്ള ആളാണ്, ഹിസ്റ്റോറിക്കൽ പ്രസൻറ്റ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇന്നലെ നിൻ്റെ ജീവിതത്തിൽ നീ ഒരു കാര്യം ചോദിച്ചു, തന്നില്ല. നീ എന്താ ചോദിച്ചത്? നീ കുർബാന സ്വീകരിക്കുമ്പോഴൊക്കെ നീ കർത്താവിനോട് ചോദിച്ചു, ഇതാണ് കർത്താവേ, ഒരു കുടിയനായ മനുഷ്യൻ എനിക്ക് ഭർത്താവായിട്ട് ഒരിക്കലും തരരുത്, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, കുടിയന്മാരുടെ കൂടെ ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കത്തില്ല. അത് കണ്ണീരോടെ നീ ഇത്രയും നാൾ പ്രാർത്ഥിച്ച മുഴുവൻ അതാണ്. പക്ഷേ നിനക്ക് തന്നത് കൃത്യമായിട്ട് അയാൾ തന്നെ ഇരിക്കും. നീ ആരെ തരണ്ടെന്ന് പറഞ്ഞു, അയാളെ തന്നിരിക്കും തന്നത്. അപ്പോൾ എന്താ സംഭവിക്കണത്? ഇത് ആസ്തി വികസനമെന്ന് നമ്മൾ പറയത്തില്ലേ? ആസ്തി വികസനം എന്താ കാര്യം? നീ ഇത് സന്തോഷത്തിൽ അക്സെപ്റ്റ് ചെയ്താൽ നിൻ്റെ 10 കൊല്ലത്തെ പ്രാർത്ഥന ദൈവതിരുസന്നിധിയിൽ ദൈവം നിൻ്റെ കടക്കാരനായി മാറുകയും നിൻ്റെ ആസ്തി വികസിപ്പിക്കുകയും ചെയ്യും. ഇത് നിന്നെ ഇൻറ്റിമസിലോട്ടാണ് വിളിക്കണത്. അത് നീ അറിയണം. നീ ഓർത്ത് ദൈവം എന്നെ കൈവിടിഞ്ഞു, എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, ദൈവം എന്നെ കൈവിട്ടുന്നു. പക്ഷെ അതല്ല സംഭവിച്ചത്. നീ ഈ വിഷയം എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നീ കർത്താവിൻ്റെ എൻ്റെ നീതിമാനായി മാറും. എൻ്റെ നീതിമാൻ വിശ്വാസം പോലും ജീവിക്കുമെന്ന് പറഞ്ഞില്ലേ? എൻ്റെ എങ്ങനെ വന്നതാണ്? ദൈവത്തിൻ്റെ തിരുമനസ്സ് അൺകണ്ടീഷണലായിട്ട് യാതൊരു നിബന്ധനകളുമില്ലാതെ നിറവേറ്റാൻ ആര് കരുത്ത് പ്രാപിക്കുന്നുവോ അവർ ഈശോ പറയും മൈ ഓൺ, എൻ്റെതെന്ന് പറയും. നമ്മൾ ലോകത്തിൻ്റെതാണ്, ഭർത്താവിൻ്റെതാണ്, ഭാര്യയുടേതാണ്, മക്കളുടേതാണ്, നാട്ടുകാരുടേതാണ്, രാഷ്ട്രീയ പാർട്ടിക്കാരുടെയാണെന്നൊക്കെ പറഞ്ഞാലേ ഇതെല്ലാം 70 കൊല്ലത്തെ ബിസിനസ്സേ ഉള്ളൂ. 70 കൊല്ലം കഴിയുമ്പോൾ ഗുഡ് ബൈ. നീ കർത്താവിൻ്റെതല്ലെങ്കിൽ ഒരിക്കലും നീ ആരുടേതുമാകത്തില്ല. അതുകൊണ്ട് കർത്താവ് നിന്നെ കളയാതിരിക്കാൻ, അവൻ്റെ സ്വന്തമാകാൻ വേണ്ടി അവനോടുകൂടെ നിനക്കുള്ള ട്രാൻസാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, അതിനകത്ത് പലപ്പോഴും കൊടുക്കുക വാങ്ങലുകളിലെ കർത്താവ് നിനക്ക് ഇങ്ങോട്ട് തരാനേ ഉള്ളെങ്കിൽ, അത് നീ സ്നേഹത്തോടെ അക്സെപ്റ്റ് ചെയ്തിട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന്. അതാണ് പൗലോസ് പറയണത്, ദൈവത്തിൻ്റെ സ്വന്തവും യേശുക്രിസ്തുവിൻ്റെ സ്വന്തവും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരെന്ന് പൗലോസ് പറയത്തില്ലേ? നമ്മൾ 1:6 വായിക്കുമ്പോൾ, റോമ 1:6, യേശുക്രിസ്തുവിൻ്റെ സ്വന്തവും പറഞ്ഞ് സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും. ഈ സ്വന്തമാണ് ഹെബ്രായ 10:36 എൻ്റെ നീതിമാൻ. പക്ഷേ ഈ എൻ്റെതെന്ന് പറയണതും സ്വന്തമെന്ന് പറയണതും എങ്ങനെയാണ് ആയിത്തീരണത്? നിൻ്റെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയാണ്
അത് നിനക്ക് ദൈവത്തോടെ സന്തോഷത്തോടെ സമർപ്പിക്കുമ്പോൾ നീ ദൈവമായിട്ടുണ്ടാക്കുന്ന ഇൻറ്റിമസിയിലൂടെയാണ് ദൈവത്തിൻ്റെ സ്വന്തമാകണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ കേട്ട പ്രാർത്ഥനയെക്കാളുപരി, എന്റെ കേട്ട പ്രാർത്ഥനയെക്കാളുപരി, എൻ്റെ ഇന്ന് വരെ കേൾക്കാത്ത പ്രാർത്ഥനയിലെ, എന്റെ ഇന്നുവരെ കേൾക്കാത്ത എനിക്ക് പ്രാർത്ഥനയിൽ നിരാശയും സങ്കടവും എനിക്ക് നിരാശയും സങ്കടവും ഉണ്ടായിരുന്നത് ഇപ്പോൾ സന്തോഷപൂർവ്വം അങ്ങയോടുള്ള സ്നേഹത്തിന്റെ സമർപ്പണമായി ഞാൻ കാഴ്ചവെക്കുന്നു. ഓ കർത്താവേ, ഏറ്റവും വലിയ ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഇപ്പോഴേ എന്നെ മുടിധരിപ്പിക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.